പാലായുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സർഗാത്മക ശക്തി പകർന്നു നൽകിക്കൊണ്ട് പാലം 2025 തുടക്കമായി. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ പാലാ നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ പാലം 2025 ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ഹൃദയങ്ങളെ കീഴടക്കുന്ന സാംസ്കാരിക പ്രവർത്തകരാണ് ഉണ്ടാവേണ്ടതെന്ന് ചെയർമാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും വളരെയധികം ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ എത്തിയിരിക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡോക്ടർ അഭീഷ് അദ്ദേഹം രാജസ്ഥാനിൽ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, പാലാ നിവാസിയാണ്. എങ്കിലും ഈ നാടകകലയെ എന്താണ് നാടകകായന എന്ന് അതേക്കുറിച്ച് അദ്ദേഹം ആധികാരികമായി പറയാനും പഠിപ്പിക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ശ്രീ ജിജോയ്, അദ്ദേഹവും അതിപ്രഗത്ഭനായ ഒരു കലാകാരനാണ്. കുട്ടികൾക്കായി വിവിധ പരിപാടികളാണ് പാലം 2025 ഭാഗമായി നടന്നത്. രാവിലെ കുട്ടികളുടെ കുഞ്ഞരങ്ങിൽ നാടക പ്രവർത്തക ഗിരിജ രാമാനുജം, KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ജിജോയ് പി, സാംസ്കാരിക പ്രവർത്തകരായ രവി പാല, ബിജോയ് മണകാട്ട്, അവതരണ കലാരംഗത്ത് ശ്രദ്ധേയനായ ഡോക്ടർ അഭീഷ് ശശിധരൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ അഭിനയിക്കുന്നതാണ് കുഞ്ഞരങ്ങ് എന്ന് ഗിരിജ രാമാനുജം പറഞ്ഞു. വൈകിട്ട് നടന്ന മുതിർന്നവരുടെ കൂടിയിരിപ്പിൽ ജിജോയ് PR ആർട്ടിക്കിൾ 51A അഭിനയവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. ഓരോ ഇന്ത്യക്കാരൻ്റെയും ഭരണഘടന പറഞ്ഞിട്ടുള്ള കടമയാണ് കലാപ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജോയ് മണകാട്ട്, ലക്ഷ്മി ശശിധരൻ, സിസിലി എന്നിവർ സംസാരിച്ചു. അജേഷ് SS, കിരൺ രഘു, ആഗസ്തി, KC ജോസ്, രവി പുലിയന്നൂർ എന്നിവർ പങ്കെടുത്തു. അരംഗശ്രീ തഞ്ചാവൂർ നാട്ടുപുറ കലൈകൾ എന്ന തമിഴ് നാടോടി നൃത്തം അവതരിപ്പിച്ചു. മെയ് 12 പാലം 2025 കലാസംഗമം സമാപിക്കും.